വ്യവസായിയും എമ്പുരാൻ സിനിമയുടെ സഹനിർമ്മാതാവുമായ ഗോകുലം ഗോപാലൻ ഇഡി ഓഫീസിൽ ഹാജരായി. ചെന്നൈയിൽ വെച്ചുണ്ടായ പ്രാഥമിക മൊഴിയെടുക്കലിന് ശേഷമാണ് കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ഹാജരായത്. 6 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹത്തെ വിട്ടയച്ചു. എമ്പുരാൻ സിനിമയിലെ അണിയറ പ്രവർത്തകർക്കെതിരെ കേന്ദ്ര ഏജൻസികൾ നടപടികൾ സ്വീകരിക്കുന്ന സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യൽ. ചെന്നൈയിൽ നടന്ന പ്രാഥമിക പരിശോധനയ്ക്കു ശേഷമാണ് ഗോകുലം ഗോപാലിനോട് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാൻ ഇഡി നിർദ്ദേശം നൽകിയത്. ഉച്ചയ്ക്ക് 12:40 ആരംഭിച്ച ചോദ്യം ചെയ്യൽ 6 മണിക്കൂറോളം നീണ്ടു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുവാനുള്ള ഉത്തരവാദിത്വമുള്ളതിനാലാണ് ഇഡി ഓഫീസിൽ ഹാജരായതെന്ന് ഗോകുലം ഗോപാലൻ പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് എന്നോട് ചോദിക്കാനുള്ള അധികാരം എനിക്കുണ്ട്. അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ചുമതല എനിക്കുണ്ട്. അതിപ്പോൾ നടന്നു കഴിഞ്ഞു, എത്ര മാത്രമേ ഉള്ളൂ. എമ്പുരാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കെതിരെ കേന്ദ്ര ഏജൻസികൾ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്ന സാഹചര്യത്തിലാണ് സിനിമയുടെ സഹനിർമ്മാതാവായ ഗോകുലം ഗോപാലിനെതിരെ ഇഡിയുടെ റെയ്ഡ്. അതേസമയം അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ചിട്ടി സ്ഥാപനം വഴി 591 കോടിയോളം രൂപയുടെ വിദേശ നാണയ വിനിമയ ചട്ടങ്ങളുടെ ലംഘനം നടന്നതായി ഇഡി പറയുന്നു. 371 കോടി പണമായും 220 കോടി ചെക്കുമാണ് സ്വീകരിച്ചത് എന്നാണ് ഇഡിയുടെ വിശദീകരണം. ചെന്നൈയിലെ ഓഫീസിനു പുറമെ കോഴിക്കോട് കോർപ്പറേറ്റ് ഓഫീസ്, ഗോകുലം മാൾ എന്നിവിടങ്ങളിലെല്ലാം റെയ്ഡ് നടത്തിയിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.